ഞങ്ങൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ബിബിൻ ജോയ്, സീനിയർ എഞ്ചിനീയർ NDT ആണ്, ബ്യൂറോ വെരിറ്റാസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, കൊച്ചിയിലെ. ഞങ്ങളുടെ സ്ട്രക്ചറൽ കൺസൾട്ടൻറ്റ് ബെറിൻ ജോഷ ഇന്ന് പ്രത്യേകമായിട്ട് മുന്നേറ്റം വിളിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ അതിനിടയ്ക്ക് ലാസ്റ്റ് സാർ മീറ്റിങ്ങിൻ്റെ നമ്മുടെ ഒരു കൺക്ലൂഷൻ, റിപ്പോർട്ടിൻ്റെ ഒരു കൺക്ലൂഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി അറിയിക്കാം എന്ന് പറയാം, അത് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അർജൻറ്റായിട്ട് ഇന്ന് തന്നെ നമ്മളത് ക്രമീകരിച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്തത് നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ സൗണ്ട്നെസ് അസസ്മെന്റ് എന്ന് പറയുന്നൊരു ലിമിറ്റഡ് സ്കോപ്പ് സ്റ്റഡിയാണ് നമ്മുടെ ഈ കൺസ്ട്രക്ടർ പോർഷൻ ബിൽഡിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഈ സ്കോപ്പിൽ നിലവിൽ ഫൗണ്ടേഷൻ, അതായത് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള ഫൗണ്ടേഷൻ നമ്മൾ വെരിഫൈ ചെയ്തിട്ടില്ല. അത് ഓൾറെഡി നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ കൺസ്ട്രക്ട് ചെയ്തു പോയ പോർഷൻസില്ലേ, ഗ്രൗണ്ട് ഫ്ലോർ പോർഷൻസിലെ സ്റ്റീൽസ് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല. നിലവിൽ ഞങ്ങൾക്ക് എക്സ്പോസ് ആയിട്ട് കിടന്നിരിക്കുന്ന സ്റ്റീലും അതുപോലെ തന്നെ താഴെയുള്ള കോൺക്രീറ്റ് എലമെന്റ്സിന്റെ നോർമൽ NDT ടെസ്റ്റേഴ്സുകളാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതായിരുന്നു ഞങ്ങളുടെ സ്കോപ്പ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സ്കോപ്പിൽ വരുന്ന കാര്യങ്ങൾ ഇതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് എനിക്ക് തോന്നുന്നു ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, വിൽസൺ സാറ്. അപ്പോൾ വിൽസൺ സാറുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിവിഷനിലെ ആൾക്കാർ വന്ന് സംസാരിച്ചു. അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡിഫൈൻ ചെയ്ത സ്കോപ്പായിരുന്നു അത്. ആ സ്കോപ്പിൽ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്റ്റഡ് പോർഷൻ്റെ വിഷ്വൽ ഒബ്സർവേഷൻ എടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്ട്രസ് അതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ്. ദെൻ കൂടാതെ കുറച്ച് മെമ്പേഴ്സ്, അത് എണ്ണം അവർ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ എണ്ണം മെമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ഇതായിരുന്നു നമ്മളുടെ ഒരു സ്കോപ്പായിട്ട് വന്നിരുന്നത്. അതിൽ ഞങ്ങളിവിടെ ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ആരും തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല. ഓൾറെഡി ഞങ്ങളതുകൊണ്ട് തന്നെ ഇത്രയും കൺസേൺ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഓൾറെഡി റാൻഡമായിട്ട് ഞങ്ങൾ തന്നെ ചൂസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ വരുന്നതിന് മുമ്പുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ നോർമലി ചെയ്യുന്ന പ്രൊസീജിയർ പോലെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്കോപ്പിൽ ഒരു എണ്ണം വെച്ച് ഞങ്ങൾ തന്നെ റാൻഡമായി ചൂസ് ചെയ്ത് ഞങ്ങൾ സ്റ്റഡി ചെയ്തു. അതിന് ഈ സെയിം ഡേ തന്നെയാണ് ഞങ്ങളുടെ എന്ത് ചെയ്തത്, TPA വർക്ക്, തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. സോ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ഓരോരോ പ്രോബ്ലംസ് ഞങ്ങൾക്ക് ഇന്റേണലി ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. അത് പ്യൂർലി QAQC റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്കോപ്പിൽ ഞാൻ ആദ്യമേ തന്നെ പറയുന്നതാണ്, ഞങ്ങൾ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടില്ല. അതായത് ഡ്രോയിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞാനിപ്പോൾ തരുന്ന റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല, അതിനകത്ത് ഇൻക്ലൂഡ് അല്ല. കാരണം അതൊരു സ്റ്റെബിലിറ്റി അനാലിസിസ് ആയിട്ടാണ് സ്കോപ്പ് തന്നിരുന്നെങ്കിൽ നമ്മളിൽ ഇതെല്ലാം കവർ ചെയ്ത് വരുമായിരുന്നു. ഇതിനകത്ത് ജിയോ ടെക്നിക്കൽ റിപ്പോർട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുണ്ട്, അതൊന്നും ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഫൗണ്ടേഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ ഓൾറെഡി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്നും ആദ്യമേ മുന്നേ പറഞ്ഞതാണ്. അപ്പം ഞങ്ങളിവിടെ വന്നു, ഞങ്ങളതിൽ ഒബ്സർവേഷൻ ചെയ്താൽ ഞങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഞങ്ങൾ കുറച്ച് ഒബ്സർവേഷൻസ്, അതിൻ്റെ എവിഡൻസ് ആയിട്ട് 2 ഫോട്ടോസ് ഞങ്ങൾ റിപ്പോർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്.